ഇത് ഒരു ഗ്രൂപ്പ് സോങ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗണഗീതം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് സോങ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഗണഗീതവും എനിക്കറിയില്ല, എനിക്കത് പാടാനും അറിയില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ നേതാവ്, കർണാടകയിലെ ഉപമുഖ്യമന്ത്രി, അദ്ദേഹം നിയമസഭയിൽ തന്നെ ഗണഗീതം പാടി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്താൽ. അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പല നേതാക്കന്മാർക്കും ഇത് കാണാതെ പാടാൻ അറിയാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മാർക്സിസ്റ്റ് പാർട്ടിയും കണ്ടെത്തേണ്ടതാണ്. ഞാനിത് നിങ്ങളിപ്പോൾ ചോദിച്ച അവസരത്തിൽ ഞാനതൊന്ന് എടുത്തു. ആ ഗണഗീതത്തിൻ്റെ ഇത് പാടാനൊന്നും എനിക്കറിയത്തില്ല. ഇതിൻ്റെ അകത്ത് ആദ്യം പറയുന്നത്, ഇവിടെ നദികളുണ്ട്, പുണ്യ നദികളുണ്ട്. പുണ്യം എന്നുള്ളത് ഇപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നദികൾ എന്ന് പറയുക. അത് ജലസേചനം നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ വൃക്ഷലതാദികളുണ്ട്, പൂങ്കാവനമുണ്ട്. ആ പൂങ്കാവനത്തിൽ നിന്ന് ഇലയും ഇലയും പൂവും ഒക്കെ അറുത്തെടുത്തിട്ട് അത് അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ്. അമ്മയ്ക്ക് സമർപ്പിക്കുന്നത്, അമ്മ എന്നുള്ള സങ്കല്പം അറിയാമല്ലോ, മാർക്സിസ്റ്റ് പാർട്ടിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ്സുകാർക്കും എല്ലാം അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പോൾ അത് എന്തിനാണ്? അമ്മയ്ക്കുള്ള സേവന വാസന വിതറുകയാണ്. ഇതുകൊണ്ട് അതിൻ്റെ അകത്ത് എവിടെയാണ് വർഗീയത എന്ന് എനിക്കറിയത്തില്ല. അതെങ്ങനെയാണ്, എന്നിട്ടെങ്ങനെയാണ് പറയുന്നത്? അമ്മയ്ക്ക് അർപ്പിച്ചിടാനായി പല നിറമെങ്കിലും ഒറ്റ മനസ്സായി ഇവിടെ മുകുളങ്ങളായി. പല നിറങ്ങളാണ് ഇന്ത്യയുടെ സ്വഭാവമാണ് പറയുന്നത്. മക്കൾക്ക് പല നിറങ്ങളാണ്, പല രീതിയാണ്, എങ്കിലും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. അത് ഭാരതമാതാവ് എന്നുള്ള സങ്കല്പമാണ്. ഭാരതമാതാവൊന്നും മിണ്ടാൻ പാടില്ല, അത് നിരോധിക്കണം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റാണ്. പിന്നെ പറയുന്നത് ഭഗത് സിംഗും ഝാൻസിയും. ഭഗത് സിംഗിനെ പറ്റി ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ഇവരെല്ലാം ഭഗത് സിംഗ് എന്ന് പറയുന്നതാണ്. പിന്നെയുള്ള ഝാൻസി റാണിയാണ്. ഝാൻസി റാണി എനിക്കറിയുന്നില്ല, ഇതുവരെ ആരും എതിർത്ത് കേട്ടിട്ടില്ല. പിന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തതായതുകൊണ്ട് അവരുടെ ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ എതിർപ്പ് കാണും. പിന്നെ എന്താ, ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിനെ ഇപ്പോൾ ഇവർക്കെല്ലാം എതിരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കണം. പിന്നെ മഹർഷി അരവിന്ദനെ പറ്റി എല്ലാവരും പുകഴ്ത്തി പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചിന്ത പുരോഗമനപരമാണ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ രാമകൃഷ്ണ പരമഹംസരെ പറ്റി പറയുന്നു. രാമകൃഷ്ണൻ, അതിൻ്റെ അകത്ത് വേണേൽ പറയാൻ ഒരു മതമുണ്ട്. പിന്നെ പറയുന്നത് സ്വാമി രാംദാസാണ്. അദ്ദേഹം ഒരു സോഷ്യൽ റിഫോർമറായിട്ടുള്ള മഹാരാഷ്ട്രയിലെ ആളാണ്. അപ്പോൾ അവരെല്ലാവരും ഇവിടെ അമ്മയ്ക്ക് വേണ്ടി ശക്തമായിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ നിത്യം നിർമാല്യം തൊഴുന്നതിനായി, നിർമാല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമായിരിക്കും. അതിപ്പോൾ അത് അവിടെ വേണമെങ്കിൽ ഒരു വർഗീയത പറയാവുന്നതാണ്. നിർമാല്യം പാടില്ല എന്ന് പറയാവുന്നതാണ്. കാരണം ഒരു കമ്മ്യൂണിസ്റ്റുകാർ പറയാൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ? അത് നിർമാല്യം തൊഴിലുണരാനാണ് എന്ന് പറഞ്ഞാൽ അമ്മയെ വെളുപ്പിന് എഴുന്നേറ്റിട്ട് അമ്മയെ സ്തുതിക്കുന്ന, സ്വന്തം അമ്മയെ സ്തുതിക്കുന്നതല്ലേ അത്. സാധാരണ എഴുന്നേറ്റിട്ട് കുട്ടികളൊക്കെ അമ്മയെ ആദ്യം കണ്ട് അമ്മയല്ലേ വിളിക്കുന്നത്, അമ്മയെന്നല്ലേ വിളിക്കുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത്. ഇനി അത് നിർമാല്യം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ മാത്രമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമാണ് എന്ന് ഇവിടെ. അതുപോലെ ഇത് തളിരിടും, ഒട്ടും കൊഴിഞ്ഞ് വീഴില്ല. ആ സ്നേഹം, അമ്മയോടുള്ള സ്നേഹം, അത് തിളച്ചിട്ടത് ഒരിക്കലും കൊഴിഞ്ഞു വീഴില്ല എന്നാണ് പറയുന്നത്. അത് അവരുടെ നിത്യാത്മ വിരാമം തഴുകിടുന്ന പിന്നെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ അമ്മയെ പറ്റിയുള്ള ഒരു ഇതാകുന്നു. ഇവിടെ ഭാരതമുണരുന്നു, ഒരു കാരണവശാലും ഉണരാൻ പാടില്ല. അത് ഭയങ്കര പ്രശ്നമാണ്. മോഡി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും മോഡി പിന്തിരിപ്പിനാണ്, ഇന്ത്യ മുഴുവൻ നശിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജകുമാരൻ നാട് മുഴുവൻ നടക്കുമ്പോൾ എവിടെയാണ് ഉണരുന്നത്? ഇന്ത്യ തകർന്നിരിക്കുകയാണ്, ഡെഡ് എക്കണോമിയാന്നൊക്കെ പറയുന്ന നാട്ടിലെ രാജകുമാരൻ പറയുമ്പോൾ ഇന്ത്യ ഉണരുന്നു എന്ന് പറയുന്നത്, ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വിദേശത്ത് പോയി പറയുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയല്ല. അവർ ക്ഷമിക്കണം എന്നാണുള്ള പറയുക. അവരുടെ പുരോഗമന ചിന്താഗതിയെ അംഗീകരിക്കാതിരിക്കാൻ പറ്റിയല്ലോ. അപ്പോൾ അതാണ് പ്രശ്നം. ഭാരതം എവിടെ ഉണരുന്നു? അതിപ്പോൾ ഇതിനു വേണ്ടി എഴുതിയതായിരിക്കും കരുതുന്ന മോഡിക്ക് വേണ്ടി. ഇത് ഞാനൊരു 30 വർഷമായിട്ട് കേൾക്കുന്നതാണ് ഇതിൻ്റെ ആദ്യത്തെ ലൈനുകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ആ സംഭവം.
ഇനി കുട്ടികൾ ഇത് ഗീതമായിട്ട് കുട്ടികളുടെ ഗാനമായിട്ടൊരു സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതിനെന്താണ് കുഴപ്പം? ഇതിൻ്റെ അകത്ത് ഹിന്ദു എന്നുള്ള ഒരു വാക്ക് പോലും പിന്നെ ഞാനിപ്പോൾ അത് വ്യാഖ്യാനിച്ച് ഹിന്ദു ആക്കിയതാണ്. വേണമെങ്കിൽ നിർമാല്യം അമ്മയെ രാവിലെ എഴുന്നേറ്റ് അമ്മയെ വിളിക്കുന്നതും അമ്മയെ തൊഴുന്നതും ഒക്കെ വീട്ടിലെ മക്കളുടെ കാര്യമായി പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എവിടെയാണ് കുഴപ്പം എന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഇതിനെ മറികടക്കാൻ ഏറ്റവും നല്ല മാർഗം ജനുവരി 1-ാം തീയതി സമ്പൂർണ്ണ സമ്പന്ന പാർട്ടിയായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയെ പ്രഖ്യാപിച്ചാൽ മതി. അതുപോലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം ശിവകുമാറിനോട് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ, ഒരു വരി പോലും ഈ ഗണഗീതം പാടാൻ, ഞാൻ ഗണഗീതം പാടിയിട്ടുള്ള ആളല്ല, ഞാൻ ശാഖയിൽ പോകുന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയില്ല. കോൺഗ്രസ്സുകാർ പാടുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർ പാടാൻ അറിയാവുന്ന നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി. അപ്പോൾ ഇതിലെന്താണ് കുഴപ്പം? അത് തന്നെയല്ല ഒരു നല്ല മെസ്സേജാണ്. ഇതെല്ലായിടത്തും ബി ജെ പിക്കാരിനി ഇത് ബി ജെ പിയുടെ സ്റ്റേജിൽ പാടുന്ന പാട്ടല്ല. എനിക്ക് ബി ജെ പിക്കാരോട് അപേക്ഷിക്കാനുള്ളത് ഇനി എല്ലാ പരിപാടിയിലും ഇത് പാടണം, എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം ഇതെന്താണ്. കാരണം അത് RSSൻ്റെ ഗ്രൂപ്പ് സോങ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബി ജെ പിയുടെ സ്റ്റേജിൽ അങ്ങനെ പാടാറില്ല. അപ്പോൾ അതൊരു രാഷ്ട്രീയ വിഷയമായതുകൊണ്ട് ബി ജെ പിയുടെ സ്റ്റേജിലും ഇത് പാടണം. ഞാൻ ഇന്ന് നിങ്ങളിപ്പോൾ വിളിച്ചതിന് ശേഷമാണ് ഇതെടുത്ത് വായിച്ചു നോക്കിയത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഇന്ത്യയെ കുറ്റം പറയുന്നവരെ സമയത്തോളം വലിയ കുറ്റമായിരിക്കും. അതുപോലെ തന്നെ ഇന്ത്യ അല്ല കേരളമാണ് മുന്നിൽ എന്ന് പറയുന്ന ഹൃദ്രോഗിയെ നിലത്ത് കിടത്തി ചികിത്സിക്കുന്ന ലോകത്തിലെ 1-ാമത്തെ ആരോഗ്യ കേന്ദ്രം ഉള്ള കേരളത്തിൽ ഇതൊക്കെ തെറ്റായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. പരിശോധിക്കുന്നതിനേക്കാളും RSS അവരുടെ ഒരു സംഘഗാനം പോലെയൊക്കെ ഉപയോഗിക്കുന്ന അവരുടെ ശാഖകളിൽ പാടുന്ന ഒരു പാട്ട് ഇതുപോലെ സർക്കാർ പരിപാടിക്ക് പാടുകയും അത് പങ്കുവെക്കുകയും സദൈൻ പങ്കുവെക്കുകയും ചെയ്തതിലെ പ്രശ്നം അല്ല, ഇതിലും കൂടുതൽ RSSകാർ പാടുന്ന വന്ദേമാതരാണ്. അത് പാർലമെൻറ്റിൽ പാടുന്നില്ലേ? ഞങ്ങൾ തുടങ്ങിയതല്ല, ബി ജെ പിയുടെ കാലത്ത് തുടങ്ങിയതല്ല. RSSൻ്റെ എല്ലാ പരിപാടികളിലും ഞാൻ ആദ്യം കേൾക്കുന്ന അവസാനം കേൾക്കുന്നതും വന്ദേ മാതരമാണ്. അപ്പം വന്ദേ മാതരം പോലെ ഇവർക്ക് അത് പാടുന്നുണ്ട് ആരെങ്കിലും നിഷേധിക്കുന്നുണ്ടോ? ബി ജെ പി അതെ, ഇത് അംഗീകരിച്ചോളാനേ. നിങ്ങൾക്ക് അംഗീകരിക്കണമെങ്കിൽ അംഗീകരിച്ചോ. അല്ലല്ല, ഇവരൊക്കെ ഏറ്റെടുത്തോട്ടെന്ന്. ഇന്ന് നമുക്ക് പ്രശ്നമില്ല. നിങ്ങൾ ഏറ്റെടുക്കുന്നതിന് എനിക്കൊരു വിരോധമില്ലെന്നേ. നിങ്ങളല്ലെങ്കിൽ പറയണം ഏത് മനോരമ മാതൃഭൂമി മാതൃഭൂമി അല്ലേ പറയണം ഇത് തെറ്റാണ്, അത് പദാനുപതിവ് അതിനെ എടുത്തിട്ട് വ്യാഖ്യാനിച്ചിട്ട് ഓരോ ചാനലുകളും പറയുക ഇത് തെറ്റാണ്. അത് നിങ്ങൾ പറയണം. അത് ഓരോ ചാനലുകളും പറയുക ഇത് വായിച്ച് കേൾപ്പിച്ചിട്ട് ഇതിൻ്റെ സാഹിത്യം കേൾപ്പിച്ചിട്ട് ഇത് തെറ്റാണ് എന്ന് ജനങ്ങളോട് പറയണം. കുട്ടികളെ കൊണ്ട് പാടിക്കുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയാമല്ലോ. എന്തുകൊണ്ടത് പറഞ്ഞുകൂടാ? എനിക്ക് പറയാനുള്ള പറഞ്ഞത് ഇനിയുള്ളത് മാധ്യമങ്ങൾ ഇതാ തെറ്റാണ്. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇത് തെറ്റാണ്, മക്കളെ ഇത് തെറ്റാണ്, മാതാപിതാക്കളെ ഇത് തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അത് പാടിക്കരുതെന്ന് മാധ്യമങ്ങൾ ശക്തമായിട്ടുള്ള ചർച്ച ചെയ്യണം. എന്തിൽ മാത്രമേ ഇത് ഗുണം ചെയ്യുള്ളൂ. സർക്കാർ പരിപാടി അല്ലല്ലോ, സർക്കാർ പരിപാടി അല്ലെന്നേ. ഇതിപ്പോ എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടുന്ന് ഡെസ്കിൽ നിന്ന് എന്താ പറഞ്ഞിരിക്കുന്നത്? അതിനെ പറഞ്ഞാൽ മതി. പൊതുപരിപാടി അല്ലെന്നേ, പൊതുപരിപാടി അല്ല, ചടങ്ങല്ലത്. കുട്ടികളെ പാടുകയാണ്, കുട്ടികളെ അത് ഇതുകൊണ്ട് പാടുകയാണ്. അത് കുട്ടികളെ പാടുന്ന കാണാം. നിൽക്കുന്ന നിങ്ങൾ ഇതുപോലെ തന്നെ വിമർശിക്കണം. ഇത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയാൻ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നിടം വരെയും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യണം. ഇത് ഇട്ടിട്ട് പോകരുത്. അതായത് ഓരോ ലൈനും പാടി കേൾപ്പിച്ചിട്ട് ഇത് ചർച്ച ചെയ്യണം. നിയമസഭാ ഇലക്ഷൻ കഴിയുന്നിടം വരെ എങ്കിലും ചർച്ച ചെയ്യണം. റെയിൽവേക്കാർ നോക്കിയപ്പം കുട്ടികൾ പാടുന്നു, അവരെടുത്തിട്ടു. അപ്പോൾ ഭയങ്കര വിമർശനം വന്നു. ഇപ്പോൾ ഇവരോർത്ത് എന്താ കുഴപ്പമാണെന്ന്, മലയാളമല്ലേ. അത് കഴിഞ്ഞ് അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ അകത്തൊരു കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് അവരെടുത്തിട്ടു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ ദിവസവും രാവിലെ ഒരു ദിവസം ഒരു 10 പ്രാവശ്യം എല്ലാ ചാനലുകളും ഈ പാട്ടിൻ്റെ സാഹിത്യം മുഴുവൻ കാണിച്ചിട്ട് നിങ്ങൾ അതിനെപ്പറ്റി വിമർശിക്കണം. അതായത് അങ്ങനെയാണല്ലോ ബി ജെ പി വളരുന്നത്. ഞാനത് ബി ജെ പി ഏറ്റെടുക്കുകയാണ്. ഞാൻ പഠിക്കല്ലേ. അല്ല, ഞാൻ ബി ജെ പിക്ക് ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട് പരസ്യമായിട്ട്. അത് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് രാവിലെ ഞാനിത് വായിക്കുന്നത് നിങ്ങളെ വിളിച്ചതിന് ശേഷമാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ ഞാൻ പരസ്യമായിട്ട് സ്റ്റേറ്റ് പ്രസിഡന്റിനോട് പോലും ചോദിക്കാതെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇത് ബി ജെ പിക്കാരന് എല്ലാ സ്റ്റേജിലും പാടണം.
അത് BJP അംഗീകരിക്കുകയാണ് എങ്കിൽ, ഇതിപ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞത്, ഞാനും പഠിക്കും. അപ്പോൾ അതിൻ്റെ എനിക്കൊന്നാമത് പാടാൻ അറിയത്തില്ല, പിന്നെ അതിൻ്റെ പ്രാസമൊക്കെ ഒപ്പിച്ച് അതിൻ്റെ രീതിയൊക്കെ ഒപ്പിച്ച്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ഈ നിയമസഭാ ഇലക്ഷൻ കഴിയുന്നിടം വരെയും ഇത് നിങ്ങളെടുത്തിട്ടൊരു മാധ്യമ ധർമ്മമില്ലേ, അത് നിങ്ങൾ ചെയ്യണം. ഇതിനെപ്പറ്റി പാടി കേൾപ്പിക്കണം, അതിനെതിരെ നിങ്ങൾ പ്രചരിപ്പിക്കണം. ഇത് ഭയങ്കര കുഴപ്പമാണെന്ന് പറയണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അതല്ലേ മാധ്യമധർമ്മം. ഞാൻ എന്നും മാധ്യമത്തിൻ്റെ കൂടെയല്ലേ, എപ്പോഴും പറയും. ഏതെങ്കിലും പരിപാടി വിജയം ഉണ്ടായാൽ ഞാൻ പറയാറില്ല അത് മാധ്യമത്തെ അഭിനന്ദിക്കണമെന്ന്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞങ്ങളെ വിജയിപ്പിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.